കൂടി ജനങ്ങൾക്കൊരു ആശ്വാസം ലഭിക്കുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. നേരത്തെ അത്തരത്തിലുള്ള പ്രഖ്യാപനങ്ങളും ഒക്കെ ഉണ്ടാകട്ടെ എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. ആ നിലയ്ക്ക് സാധാരണ ജനങ്ങളുടെ ജീവിതത്തെ മെച്ചപ്പെടുത്തുന്ന രീതിയിലുള്ള പ്രഖ്യാപനങ്ങൾ ഉണ്ടായെങ്കിൽ മാത്രമേ സാധാരണക്കാർക്ക് ജീവിക്കാൻ പറ്റുന്ന ഒരു സാഹചര്യം ഉണ്ടാവുകയുള്ളൂ. അതെന്തായാലും സർക്കാരിന്റെ മുന്നിൽ ഉണ്ടാകും, അല്ലേ ശ്രീ എജി ജോർജ്? അത് തന്നെയാണ് നമ്മൾ ആവർത്തിച്ചു പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അത് ഉണ്ടാകും എന്ന് പറഞ്ഞാൽ കഴിഞ്ഞ 9.5 വർഷമായി ചില കാര്യങ്ങൾ കൂടി ഉണ്ട് സാർ. അതിനകത്ത് കഴിഞ്ഞ ബജറ്റുകളിൽ ഉണ്ടായിട്ടുള്ള നടപടിക്രമങ്ങൾ ഏതെല്ലാം വിധത്തിൽ നടപ്പിലായിട്ടുണ്ട് എന്നുള്ളത് ഒരു ചെറുതായിട്ടെങ്കിലും നമ്മളൊന്ന് വിശകലനം ചെയ്ത് പോകണമല്ലോ. ഞാൻ ആവർത്തിച്ച് പറഞ്ഞ ദേവി ശ്രദ്ധിച്ചില്ലേ? അതായത് ഒരു ബജറ്റിനെ വിലയിരുത്തുമ്പോൾ ബജറ്റിൽ പ്രഖ്യാപിച്ചിട്ടുള്ള മുൻ ബജറ്റുകളിൽ പ്രഖ്യാപിച്ചിട്ടുള്ള എത്ര കാര്യങ്ങൾ യഥാർത്ഥത്തിൽ പ്രായോഗികമായിട്ടുണ്ട്, നടപ്പിലായിട്ടുണ്ട് എന്നത് വിലയിരുത്തേണ്ടത് അനിവാര്യതയാണ്. അങ്ങനെ ഉണ്ടെങ്കിൽ മാത്രമേ ഒരു സർക്കാരിന്റെ വിശ്വാസ്യത പൊതുജന മധ്യത്തിൽ പൊതുസമൂഹത്തിന്റെ മുന്നിൽ ഉണ്ടാവുകയുള്ളൂ. പ്രഖ്യാപനം നടത്തുക എന്ന് പറയുന്നത് അനായാസമായ ഒരു സംഗതിയാണ്. എന്നാൽ പ്രഖ്യാപനങ്ങൾ നടപ്പിലാക്കുക എന്ന് പറയുന്നത് ആയാസകരമായ ഒരു സംഗതിയാണ്. അതാണ് യഥാർത്ഥത്തിൽ വിലയിരുത്തേണ്ടത്. ചുമ്മാ രാഷ്ട്രീയം പറഞ്ഞുകൊണ്ട് നരേന്ദ്രമോദി കഴിഞ്ഞ 9.5 കൊല്ലമായിട്ട് ഇന്ത്യയെ എല്ലാം മാറ്റിമറിച്ചു, മുൻകാലങ്ങളിൽ ഉണ്ടായിട്ടില്ലാത്ത വിധം വലിയ പുരോഗതിയാണ് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് എന്ന വായ്ത്താരി പറഞ്ഞിട്ട് കാര്യമില്ല. നമ്മൾ ഇവിടെ പല മേഖലകളും എടുത്ത് ചൂണ്ടിക്കാണിച്ചല്ലോ. നമ്മുടെ സമയ ചുരുക്കത്താൽ ഓരോ മേഖലയെക്കുറിച്ച് വിസ്തരിച്ച് പറയാൻ കഴിയുന്നില്ല. ഞാൻ നബിയോട് ഇന്നലെ ഇത് സമാന വിഷയമായതുകൊണ്ടാണ് ചില കാര്യങ്ങൾ ആവർത്തിക്കേണ്ടി വരുന്നത്. കാർഷിക മേഖലയിൽ ഇന്ന് യഥാർത്ഥത്തിൽ പാവപ്പെട്ട കർഷകർക്ക് ഏത് തരത്തിലുള്ള സഹായമാണ് കിട്ടിക്കൊണ്ടിരിക്കുന്നത്? ഇവിടെ നേരത്തെ ഉണ്ടായിരുന്ന സബ്സിഡി പോലും ഇപ്പോൾ വെട്ടിക്കുറച്ചിരിക്കുകയാണ്. രാസവളത്തിന് സബ്സിഡി കൊടുക്കുന്നില്ല, അതുപോലെ തന്നെ മറ്റ് പല സംഗതികൾക്കും സബ്സിഡി കൊടുക്കുന്നില്ല. അവിടെ പോലും ഒരു കോർപ്പറേറ്റ് വൽക്കരണത്തിലേക്ക് കാര്യങ്ങൾ പോയിരിക്കുകയാണ്. അതായത് അംബാനി അദാനിയെ പോലെയുള്ള ആളുകൾ നിർണയിക്കുന്ന കൃഷി രീതികൾ സ്വീകരിച്ചെങ്കിൽ മാത്രമേ അവരുടെ ഉൽപ്പന്നങ്ങൾ എടുക്കാൻ പോലും ആളുള്ളൂ എന്ന രീതിയിലേക്ക് കാര്യങ്ങൾ മാറിക്കൊണ്ടിരിക്കുന്നു. അതുപോലെ തന്നെ ഇവിടെ നേരത്തെ സൂചിപ്പിച്ചല്ലോ, അടിസ്ഥാന സൗകര്യങ്ങളുടെ വികസനം. അടിസ്ഥാന സൗകര്യങ്ങളുടെ വികസനം എന്ന് പറയുന്നത് ആരുടെയും സൗജന്യമല്ല, ആരുടെയും മാജിക് അല്ല. കാലം മാറുന്നതനുസരിച്ച് കാലചക്രം തിരിയുമ്പോൾ പുതിയ പുതിയ സൗകര്യങ്ങൾ ഉണ്ടായെങ്കിൽ മാത്രമേ പറ്റുകയുള്ളൂ. അതിന്റെ ഒരു ഉദാഹരണം മാത്രമാണ് ഈ വന്ദേ ഭാരത് എക്സ്പ്രസ് അല്ലെങ്കിൽ വേഗം കൂടിയ ട്രെയിൻ എന്നൊക്കെ പറയുന്നത്. അവിടെയും ഞാൻ നേരത്തെ പറഞ്ഞു, ഒരു നഗര കേന്ദ്രീകൃത വികസനമല്ല ഇന്ന് ഇത്രയും വൈവിധ്യമാർന്ന ഒരു രാജ്യത്തിന്റെ ആവശ്യം. തീർച്ചയായും ഗ്രാമ കേന്ദ്രീകൃതമായിട്ടുള്ള വികസനം തന്നെയാണ്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ചെറുകിട കർഷകരെ ഉദ്ധരിക്കുന്നതിനും സഹായിക്കുന്നതിനുമായിട്ടുള്ള എന്ത് മാർഗമാണ് സ്വീകരിക്കുന്നത്? ഒരു ചെറിയ ഉദാഹരണം നമ്മുടെ സംസ്ഥാനത്തെ കുറിച്ച് പറയാം. എത്രയോ നാളുകളായി നമ്മുടെ റബ്ബർ കർഷകർ കിടന്ന് നിലവിളിക്കുകയാണ്. 250 രൂപ താങ്ങുവില ഒരു കിലോ റബ്ബറിന് പ്രഖ്യാപിക്കണമെന്ന് പറഞ്ഞിട്ട് ഏതെങ്കിലും തരത്തിലൊരു സഹായമോ ആ തരത്തിലുള്ള കടുത്ത ഒരു നിർദ്ദേശമോ ഉണ്ടായിട്ടുണ്ടോ കേന്ദ്രത്തിന്റെ ഭാഗത്തു നിന്ന്? റെയിൽവേ വികസനത്തെ കുറിച്ച് പറഞ്ഞു. ഇവിടെ ഒരു സഹോദരി സംസാരിച്ചപ്പോൾ അവർ ജീവിതത്തിന്റെ അനുഭവത്തിൽ നിന്നുകൊണ്ടാണ് അവർ സംസാരിച്ചത്. ഈ വന്ദേ ഭാരത് കൂകി പായുമ്പോൾ ഈ സാധാരണക്കാർ കയറി നിറഞ്ഞിരിക്കുന്നതായിട്ടുള്ള ചില ആളുകളൊക്കെ തിരക്ക് കാരണം അതിനകത്ത് ബോധം കെട്ട് വീണതായി പോലും വാർത്തകൾ വന്നിട്ടുണ്ട്. ആ ട്രെയിനുകളൊക്കെ റീറ്റെയിൻ ചെയ്ത് പിടിച്ചിട്ടുകൊണ്ടാണ് ഈ വന്ദേ ഭാരത് എന്ന് പറഞ്ഞ് ചൂളം വിളിച്ചു പോകുന്നത്. അതാണോ യഥാർത്ഥത്തിൽ വികസനം? വന്ദേ ഭാരതിനെ തീർച്ചയായും നമ്മൾ സ്വാഗതം ചെയ്യണം. അതോടൊപ്പം തന്നെ സാധാരണക്കാരന്റെ അത്താഴത്തിന് വേണ്ടി അവൻ പായുമ്പോൾ അവൻ ഈ വഴിയിൽ കിടന്ന് നരകിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാകാൻ പാടില്ല. ഞാൻ ചോദിക്കട്ടെ, ഇവിടെ കുളിപ്പിച്ച് കൊച്ചിനെ ഇല്ലാതാക്കിയെന്ന പഴഞ്ചൊല്ല് പോലെയല്ലേ റെയിൽവേ ബഡ്ജറ്റ് എന്നേക്കുമായി ഇവിടെ എടുത്തു കളഞ്ഞത്? എന്ത് കാര്യം കൊണ്ടാണ് റെയിൽവേ ബഡ്ജറ്റ് എടുത്തു കളഞ്ഞത്? സാധാരണക്കാരനെ ഏറ്റവും സഹായിക്കുന്നതും ഏറ്റവും അതിൽ തൊഴിൽ സാധ്യതകളുള്ളതുമായ ഒരു സംഗതിയാണ്. ലോകത്തിലെ തന്നെ ഏറ്റവും 1-ാം നമ്പർ എന്നറിയപ്പെടുന്ന ഇന്ത്യയിലെ റെയിൽവേ സംവിധാനം ഒരു ദുർവാശിയുടെ പേരിൽ മുൻ ഗവൺമെന്റിനെ ഒന്ന് കരിവാരി തേക്കാൻ വേണ്ടിയാണല്ലോ ഇവിടെ പ്ലാനിംഗ് കമ്മീഷനും അതുപോലെ ഈ പറയുന്ന റെയിൽവേ ബജറ്റും ഒക്കെ എടുത്തു കളഞ്ഞ് എന്തോ വലിയ മന്ത്രവാദം കാണിച്ച് എല്ലാം സമ്പൂർണ്ണമാക്കുമെന്ന് പറഞ്ഞത്. അതെല്ലാം പൊളിഞ്ഞ് നിതി ആയോഗ് എന്ന് പറയുന്ന സംഭവം എന്താ ഇവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത്? പ്ലാനിംഗ് കമ്മീഷന് പകരമായി വന്നു. എന്ത് മഹാകാര്യമാണ് അവർ ചെയ്യുന്നത്? അപ്പൊ ഈ വെറുതെ പരിഷ്കാരത്തിന് വേണ്ടി ഓരോ പരിഷ്കാരങ്ങൾ പറഞ്ഞു. ഇപ്പൊ ഏറ്റവും ഒടുവിൽ കേൾക്കുന്ന വാർത്ത, ശബരി റെയിൽപാത നടപ്പിലാകണമെന്നുണ്ടെങ്കിൽ അതിന്റെ 50% സംസ്ഥാനം വഹിക്കാമെന്ന്
കേന്ദ്രത്തിന് ഉറപ്പ് കൊടുത്തെങ്കിൽ മാത്രമേ ശബരിപാത നടപ്പാക്കാൻ സാധിക്കുകയുള്ളൂ എന്ന അസന്നിഗ്ധമായ ഭാഷയിൽ കേന്ദ്രം സംസ്ഥാനത്തെ അറിയിച്ചിരിക്കുകയാണ്. അപ്പോൾ ആ തരത്തിലുള്ള കാര്യങ്ങളെല്ലാം ഒരു ഫെഡറൽ സംവിധാനമാണ് അടിസ്ഥാനപരമായി ഇന്ത്യ എന്നത് കാണണം. അവിടെ ഈ വേർതിരിവ് രാഷ്ട്രീയത്തിന്റെ അടിസ്ഥാനത്തിൽ പാടില്ല. ഇവിടെ 15ാം ധനകാര്യ കമ്മീഷൻ കേന്ദ്ര ഫണ്ട് സംസ്ഥാനങ്ങൾക്ക് വീതം വയ്ക്കുമ്പോൾ ന്യായമായ രീതിയിൽ വീതം വയ്ക്കുവാനുള്ള സംവിധാനം ഉണ്ടാകണം. ഇവിടെ ഈ കേരള സർക്കാർ കിടന്ന് നിലവിളിക്കുന്നല്ലോ, ആ നിലവിളിയോടൊന്നും ഞാൻ ഒട്ടി നിൽക്കുന്നില്ല. അതൊക്കെ യഥാർത്ഥമായിട്ടുള്ള രാഷ്ട്രീയ മുറവിളികളാണ്. ഇവിടെ കേരളം എന്ന് പറയുന്ന സംസ്ഥാനത്തിന് നേരത്തെ ലഭിച്ചുകൊണ്ടിരിക്കുന്ന ഡെവല്യൂഷൻ അനുസരിച്ചുള്ള ഫണ്ട് കിട്ടുന്നില്ല. 15ാം ധനകാര്യ കമ്മീഷന്റെ പുതിയ വ്യവസ്ഥകൾ അനുസരിച്ച് എന്തുകൊണ്ട് സംഭവിച്ചു? അതായത് നമ്മൾ ദേശീയ കുടുംബ ആസൂത്രണ പദ്ധതി ഫലകരമായി നടപ്പാക്കിയ ഒരു സംസ്ഥാനമെന്ന രീതിയിൽ കേരളം ഉൾപ്പെടെയുള്ള ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങൾക്ക് കേന്ദ്രത്തിൽ നിന്ന് ലഭിക്കേണ്ടതായിട്ടുള്ള വിഹിതം വെട്ടിക്കുറച്ചിരിക്കുന്നു. അപ്പോൾ നമ്മൾ ഒരു നല്ല കാര്യം ചെയ്തതിന്റെ ശിക്ഷയാണ് ഫെഡറൽ സംവിധാനം എന്ന നിലയ്ക്കുള്ള ചില ചോദ്യങ്ങൾ, ആ ഫെഡറൽ സംവിധാനം തകരുന്നില്ലേ എന്നുള്ള ചോദ്യങ്ങൾ ഉൾപ്പെടെ പ്രതിപക്ഷത്തിന്റെ ഭാഗത്തു നിന്നും പലകുറി ഉയർന്നിട്ടുണ്ട്. അതിനൊക്കെയും ഉള്ളൊരു മറുപടി എന്ന നിലയ്ക്ക് തന്നെ ആയിരിക്കണം ഇത്തരത്തിലുള്ള ബജറ്റ് അവതരണത്തിൽ ഉണ്ടാകുന്ന പ്രഖ്യാപനങ്ങളും എന്നാണ് നമ്മളും പ്രതീക്ഷിക്കുന്നത്. ശ്രീ എം ജയചന്ദ്രൻ, ഇത്തരത്തിൽ ഭൂരിപക്ഷം ആളുകളും സർക്കാർ സൗജന്യത്തെ ആശ്രയിക്കേണ്ടി വരുന്ന ഒരു സാഹചര്യം